കേരള മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയൊരു മരണമായിരുന്നു കോട്ടയത്ത് ഷൈനി എന്ന BSc നഴ്സിൻ്റെ 2 കുട്ടികളുടെയും മരണം. ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്ന ഷൈനി തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ഷൈനിയെ ഇവിടുത്തെ നിയമവ്യവസ്ഥയും സമൂഹവും തോൽപ്പിച്ചു എന്ന് വേണം പറയാൻ. ഭർത്താവിന് അതിക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്ന ഷൈനി താൻ പഠിച്ച തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൈനി തൊഴിൽ തേടി പല സ്ഥലത്തും അലഞ്ഞു. പല ആശുപത്രികളിലും ജോലി അന്വേഷിച്ചു ചെന്നു. പക്ഷെ അവരൊക്കെ കുറച്ചു കാലം ജോലി ചെയ്തില്ല, ജോലിയിൽ ഗ്യാപ്പുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഷൈനിക്ക് ജോലി നിഷേധിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കേരളം എല്ലാ കാര്യത്തിലും നമ്പർ 1 എന്ന് പറയുമ്പോഴും ഷൈനിയെപ്പോലുള്ളവർ പഠിച്ച പണി പോലും ചെയ്യാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാഴ്ച. ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് പറഞ്ഞത് നിർത്താതെ ഹോണടിച്ചിട്ടും ഷൈനിയും കുട്ടികളും കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു എന്നാണ്. ജോലി തേടി അലഞ്ഞപ്പോഴും ഭർത്താവുമായിട്ട് അകന്നു കഴിയുമ്പോഴും ഷൈനി കേട്ട അവഹേളനങ്ങളായിരിക്കാം ഷൈനിയുടെ കാതിൽ മുഴങ്ങിയത്. ഇനി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ലെന്ന് തോന്നിയുകൊണ്ട് മാത്രമായിരിക്കാം ആ അമ്മ 2 കുട്ടികളുമായി ജീവിതം അവസാനിപ്പിച്ചത്. എന്തായാലും കേരള മനസാക്ഷി ഇതുപോലെ പിടിച്ചു കുലുക്കിയ ഒരു മരണം അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. കോടികൾ മുടക്കി പള്ളികൾ പണിയുമ്പോഴും ആരാധനാലയങ്ങൾക്ക് മോടി കൂട്ടുമ്പോഴൊക്കെ വിശ്വാസികളെന്ന് പറയുന്ന പാവപ്പെട്ടവന് നീതി നിഷേധിക്കുകയാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഷൈനിയുടെ മരണം ചെറുതൊന്നുമല്ല നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഭർത്തൃവീട്ടിൽ വലിയ പീഡനങ്ങൾക്കിരയായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഷൈനി ഭർത്താവുമായിട്ട് അകന്നു കഴിയുന്നതും പുതിയ ജോലി തേടി നടന്നതും. എന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കൂട്ട ആത്മഹത്യയായിരുന്നു ഷൈനിയുടെയും മക്കളുടെയും മരണം. ഇനിയെങ്കിലും കാതുള്ളവർ കേൾക്കട്ടെ, കണ്ണുള്ളവർ കാണട്ടെ.